സീറോ മലബാർ സഭാ സിനഡ് തീരുമാനിച്ച ഏകീകൃത കുർബാന പൂർണ്ണമായും പിന്തുടരാൻ അഭ്യർത്ഥിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കായി കത്തെഴുതിയതിനെ വിമതർ ഏറെ ദുർവ്യാഖ്യാനം ചെയ്തിരുന്നു. ഇപ്പോഴും ചെയ്യുന്നു. പരിശുദ്ധ പിതാവിന്റെ കത്ത് എങ്ങനെ മനസ്സിലാക്കണം? പരിശുദ്ധ പിതാവ് ഉപദേശിക്കുകയാണ്, കൽപ്പിക്കുകയല്ല എന്ന വിമതവാദത്തിന്റെ വാസ്തവമെന്ത് എന്ന് വിശദീകരിച്ച് മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം. മാർ പൊരുന്നേടം ഇക്കാര്യം ഇങ്ങനെ വ്യക്തമാക്കുന്നു. പരിശുദ്ധ പിതാവിന്റെ കത്ത് ഒരു ഉപദേശം മാത്രമാണ്, കൽപ്പനയല്ല. അതുകൊണ്ട് അതിൽ പറയുന്ന കാര്യം ചെയ്യാൻ ആരെയും നിർബന്ധിക്കാൻ കഴിയില്ല എന്ന് പല കോണുകളിൽ നിന്നും വാദം ഉയർന്നിട്ടുണ്ട്. എന്നാൽ സത്യാവസ്ഥ അതല്ല. പരിശുദ്ധ പിതാവ് കത്തെഴുതിയിരിക്കുന്നത് കൽപ്പനയായിട്ടല്ല, പ്രത്യുത ഉപദേശരൂപേണയാണ് എന്നത് സത്യമാണ്. എന്നാൽ അത് അനുസരിക്കാൻ ആരും നിർബന്ധിക്കപ്പെടുന്നില്ല എന്ന വാദം ശരിയല്ല. ഈ കത്തിലെ മറ്റു ചില സൂചനകളും നാം കാണാതെ പോകരുത്. വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബെസിലിക്കയിൽ നിന്ന് എന്ന പതിവ് ശൈലി വിട്ട് സെയിന്റ് ജോൺ ലാറ്ററനിൽ നിന്ന് എന്നാണ് കത്തിൽ സ്ഥലം വച്ചിരിക്കുന്നത്. ഒപ്പിട്ടിരിക്കുന്ന ആളിന്റെ പേര് ഫ്രാൻസിസ് എന്ന് മാത്രമായി എഴുതിയിരിക്കുന്നു. പാപ്പ എന്ന വിശേഷണമൊന്നും ചേർത്തിട്ടില്ല. റോമ മെത്രാൻ എന്നു പോലും അവിടെ എഴുതിയിട്ടില്ല. ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്തെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ടോ? ധാരാളമുണ്ട് എന്നതാണ് സത്യം. ഇത് മനസ്സിലാക്കാനുള്ള താക്കോൽ വാക്യം വിശുദ്ധ പത്രോസിന്റെ ലേഖനത്തിലുണ്ട്. അതിപ്രകാരമാണ്: ഒരു സഹശ്രേഷ്ഠനും ക്രിസ്തുവിന്റെ സഹനങ്ങളുടെ ദൃക്സാക്ഷിയും വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തിന്റെ പങ്കുകാരനും എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ ഇടയിലെ ശ്രേഷ്ഠന്മാരെ ഉപദേശിക്കുന്നു. പരിശുദ്ധ പിതാവ് നമുക്ക് എഴുതിയത് കർത്താവിന്റെ സഭയെ നയിക്കാൻ അവിടുന്ന് ഭരമേൽപ്പിച്ച ശ്രേഷ്ഠന്മാരുടെ തലവൻ എന്ന നിലയിലാണ്. അഥവാ റോമാ സഭയുടെ അജപാലകൻ എന്ന നിലയിലാണ് അദ്ദേഹം മറ്റു സഭകളുടെ അജപാലകരെ ഉപദേശിക്കുന്നത്. ഇവിടെ ശ്രേഷ്ഠൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേതൃത്വത്തിൽ ഉള്ളയാൾ എന്നാണ്. അതൊരു ദൈവശാസ്ത്ര തത്വമാണ്, കാനോനിക തത്വമല്ല. നമ്മുടെ നാട്ടിൽ ഗോത്രജനങ്ങൾക്ക് നാട്ടുമൂപ്പന്മാരുണ്ട്. ഉത്തരഭാരതത്തിൽ ഗ്രാമമൂപ്പന്മാർ അല്ലെങ്കിൽ മുഖ്യന്മാരുണ്ട്. അവരുടെ വാക്കുകൾ ഗോത്രത്തിലെ അംഗങ്ങൾ അല്ലെങ്കിൽ ഗ്രാമവാസികൾ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുന്നതാണ് പതിവ്. അതുപോലെ ഇസ്രായേലിൽ മൂപ്പന്മാരുണ്ടായിരുന്നു. ആ പതിവ് സഭയിലേക്കും കടന്നു വന്നു. കർത്താവ് പത്രോസിനോട് പറയുന്ന ഒരു ഭാഗവും ഇവിടെ പ്രസക്തമാണ്. ശിമയോൻ, ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. തന്റെ സഹോദരരെ ശക്തിപ്പെടുത്തുന്ന പത്രോസിനെയാണ് പരാമർശിതമായ കത്തിലൂടെ നാം കണ്ടുമുട്ടുന്നത്. ഈശോ മിശിഹായിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കേണ്ടത് എങ്ങനെയെന്ന് അദ്ദേഹം തന്റെ സഭാ സമൂഹത്തെ ഉപദേശിച്ചതിന് ശേഷം സൂചിപ്പിക്കുന്ന വചനഭാഗവും ഇവിടെ പ്രസക്തമാണ്. നിങ്ങൾ ഇക്കാര്യങ്ങൾ അറിയുകയും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നെങ്കിലും അവയെക്കുറിച്ച് എപ്പോഴും നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഈ കൂടാരത്തിലായിരിക്കുന്നിടത്തോളം കാലം ഓർമ്മപ്പെടുത്തൽ വഴി നിങ്ങളെ ഉണർത്തുന്നത് ഉചിതമാണെന്ന് കരുതുന്നു. കത്തിൽ അഭിസംബോധന ചെയ്യപ്പെട്ടിരിക്കുന്ന മെത്രാന്മാരെ പോലെ തന്നെ പരിശുദ്ധ പിതാവും ഒരു പ്രാദേശിക സഭയുടെ റോമാ സഭയുടെ അജപാലകനാണ്. ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹം കത്തോലിക്കൻ അല്ലെങ്കിൽ കത്തോലിക്കം ആണെന്ന് പറയുന്നത് റോമാ മെത്രാനോടും റോമാ സഭയോടും കൂട്ടായ്മയിൽ ആയിരിക്കുമ്പോഴാണ്. അദ്ദേഹത്തിന്റെ ഉപദേശം ഭരണപരമായ ഒരു പ്രവൃത്തിയല്ല, പ്രത്യുത അജപാലനപരമാണ്. അതുകൊണ്ടാണ് കൽപ്പിക്കുന്നു, ഉത്തരവിടുന്നു എന്നൊന്നും എഴുതാത്തത്. അതിനർത്ഥം അത് സ്വീകരിക്കേണ്ട എന്നല്ല. മാതാപിതാക്കൾ മക്കളോട് കൽപ്പിക്കുന്നു, ഉത്തരവിടുന്നു എന്നൊന്നും പറയാറില്ല. അവർ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. അതിനർത്ഥം അവർ അത് മനസ്സുണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി എന്നല്ല. റോമാ മെത്രാന്റെ ആസ്ഥാനം സെയിന്റ് ജോൺ ലാറ്ററൻ ആണ്. വത്തിക്കാൻ ആഗോള സഭയുടെ തലവന്റെ ആസ്ഥാനമാണ്. ഈ കത്തെഴുതുന്നതിന് വിശ്വാസപരവും ദൈവശാസ്ത്രപരവുമായ ഒരു അർത്ഥമാണുള്ളത് എന്ന് സൂചിപ്പിച്ചല്ലോ. അത് റോമാ മെത്രാനും റോമാ സഭയുമായുള്ള കൂട്ടായ്മയുടെ ആവിഷ്കാരമാണ്. അതുകൊണ്ടാണ് വത്തിക്കാനിൽ നിന്ന് എന്ന് എഴുതാത്തത് എന്ന് വേണം മനസ്സിലാക്കാൻ. പത്രോസിന്റെ പിൻഗാമിയാണ് റോമാ സഭയുടെ തലവൻ. ആ നിലയിൽ എഴുതുന്നതുകൊണ്ടാണ് പാപ്പ എന്ന് എഴുതാത്തത്. സെയിന്റ് ജോൺ ലാറ്ററൻ എന്ന സ്ഥലപ്പേര് വെച്ചിരിക്കുന്നതിലൂടെ താൻ എഴുതുന്നത് ആ നിലയിലാണെന്ന് പറയാതെ പറയുകയാണ് പരിശുദ്ധ പിതാവ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നിരിക്കുന്ന ഉപദേശം നമ്മുടെ കത്തോലിക്കതയുടെ അളവുകോലാണ് എന്ന് അപ്പസ്തോലിക് ന്യൂൻഷ്യോ താഴെ ഉദ്ധരിച്ചിട്ടുള്ള തന്റെ പ്രസംഗമധ്യേ സൂചിപ്പിച്ചതും അതുകൊണ്ടാണ്.